കർമ്മബന്ധവും ജന്മബന്ധവും രണ്ടാണോ ഒന്നാണോ? ഒന്നായാലും രണ്ടായാലും വ്യത്യാസമില്ല, ഫലം ഒരുപോലെയാണ്. ജനിച്ച് വാസനാജാലങ്ങൾ പ്രസുപ്താവസ്ഥയിൽ നിന്ന് ഉണർന്ന് ഉദാരാവസ്ഥ കടന്ന് തന്വവസ്ഥയെ പ്രാപിച്ച് പരിച്ഛിന്നാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. നിരന്തരമായ ഈ കർമ്മ പരിപാടി, കർമ്മനൈരന്തര്യം, വാസനയെ അറ്റുപോകാൻ പര്യാപ്തമായ ബന്ധമില്ലായ്മയിലേക്ക് പതുക്കെ പതുക്കെ നയിക്കും. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗം 2ആയി പിരിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗം സാഖ്യസന്ദർഭ പ്രവചനമാണ് ഭഗവാൻ. 2-ാം ഭാഗം യോഗ സന്ദർഭ പ്രവചനമാണ്. സാഖ്യയോഗത്തിലെ യോഗ ബുദ്ധി ഉപദേശം, അതാണ് നാം തുടരുന്നത്. സാഖ്യബുദ്ധിയുടെ ചിന്തകളെ കണ്ടിട്ട് ഇനി നമുക്ക് പഠിക്കേണ്ടത് 51-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അർജുനന് യോഗബുദ്ധിയെ ഉപദേശിക്കുമ്പോൾ 4 പ്രസിദ്ധങ്ങളായ സൂത്രങ്ങൾ ഉപദേശിച്ചു. യഥാർത്ഥത്തിൽ അർജുനൻ അധികാരിയായിരിക്കുന്നതറിഞ്ഞ് കർമ്മണി ഏവ തേ അധികാരഃ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ മാ തേ സംഗോസ്തു അകർമ്മണി. കർമ്മത്തിലാണ് നിൻ്റെ അധികാരം, കർമ്മത്തിൽ മാത്രമാണ് നിനക്കധികാരം. ഫലത്തിൽ നിനക്ക് അധികാരമില്ല. നീ കർമ്മഫലത്തിന് ഹേതുവാകരുത്. അകർമ്മത്തിൽ നിനക്ക് സംഘവും വരരുത്. കർമ്മം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുകയുമരുത്. ഇതാണ് 4 സൂത്രങ്ങളിലൂടെ പറഞ്ഞത്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട്, അതിനെ വിശദീകരിച്ചുകൊണ്ട് 47-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഉന്നയിച്ച 4 സൂത്രവാക്യങ്ങളെ അത്യന്തം ശ്രദ്ധേയമായി വിശദീകരിച്ചുകൊണ്ട് 50 വരെ ശ്ലോകങ്ങളിൽ 50-ാം ശ്ലോകത്തിൽ യോഗം കർമ്മത്തിലുള്ള ചാതുര്യമാണെന്നും പറഞ്ഞു. എങ്ങനെയാണ് ചാതുര്യം എന്തുകൊണ്ട് യോഗമാണ് എന്നെല്ലാം നാം കാണുകയുണ്ടായി. എന്താണ് ഈ കർമ്മയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനെയാണ് കർമ്മയോഗം കൊണ്ട് നേടുന്നത്? കർമ്മയോഗം കൊണ്ട് ഭഗവാൻ ലക്ഷീകരിക്കുന്നത് എന്താണ്? അതാണ് 51-ാം ശ്ലോകത്തിൽ പറയുന്നത്.
എന്തുകൊണ്ട് കർമ്മയോഗം ശ്രേഷ്ഠമാണെന്നും കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അർജുനൻ ഉപദേശിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുമൊക്കെ നിതരാം സ്പഷ്ടമാക്കുന്നത് ഈ 51-ാം ശ്ലോകം. കർമ്മയോഗം ഏതിനെ ലക്ഷീകരിച്ചാണ് നീങ്ങുന്നത്? ഒരു ദർശനമെടുക്കുമ്പോൾ അതെന്തിനെ ലക്ഷീകരിക്കുന്നു എന്നറിയുന്നത് നല്ലതാണ്. ഭഗവാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ യോഗം എന്തിനെയാണ് ലക്ഷീകരിക്കുന്നത്? ശ്ലോകം നോക്കാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ബുദ്ധിയുക്താഃ മനീഷിണഃ കർമ്മജം ഫലം തെക്ത്വാ ജന്മബന്ധവിനിർമുക്താഃ അനാമയം പദം ഗച്ഛന്തി. വളരെ ഭംഗിയായി കർമ്മയോഗം കൊണ്ട് ഭഗവാൻ എന്തുദ്ദേശിക്കുന്നു എന്നതിനെ വളരെ സ്പഷ്ടീകരിച്ചുകൊണ്ട് എന്താണീ കർമ്മയോഗം? ബുദ്ധിയുക്താഃ മനീഷിണഃ കർമ്മജം ഫലം തെക്ത്വാ ജന്മബന്ധവിനിർമുക്താഃ അനാമയം പദം ഗച്ഛന്തി. സമത്വബുദ്ധിയോടു കൂടിയ ബുദ്ധിയുക്താഃ സമത്വബുദ്ധി ഉള്ളവരായി തീർന്നിട്ട് സമത്വബുദ്ധിയോടുകൂടിയ പണ്ഡിതന്മാർ, ജ്ഞാനികൾ, മനീഷിണ കർമ്മജം ഫലം തെക്ത്വാ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ വെടിഞ്ചിട്ട് ത്യജിച്ചിട്ട് ജന്മബന്ധ വിനിർമുക്താഃ ജന്മമുളവാക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് മുക്തരായിട്ട് ജന്മബന്ധ വിനിർമുക്താഃ അനാമയം പദം ഗച്ഛന്തി. ആമയങ്ങളില്ലാത്ത ദുഃഖമില്ലാത്ത പദത്തെ, പരമാം പദത്തെ ഗച്ഛന്തി പ്രാപിക്കുക തന്നെ ചെയ്യുന്നു. ഇത് സർവശാസ്ത്ര പ്രസിദ്ധി ദ്യോതക ശബ്ദമായ ഹി ചേർത്ത് പറഞ്ഞിരിക്കുന്നു. വിചാരശീലന്മാരായ കർമ്മയോഗികൾ നല്ല പോലെ വിചാരം ചെയ്ത് സങ്കൽപ്പത്തെയും കാമത്തെയും കർമ്മത്തെയും വാസനാജാലങ്ങളിൽ പെട്ടുളവാക്കുന്ന കർമ്മകലാപങ്ങളെ മുഴുവൻ വിചാരം ചെയ്ത് ജ്ഞാനത്തെ അഥവാ ബ്രഹ്മത്തെ മാത്രം പരമമെന്ന് കരുതുന്ന ബുദ്ധിമാന്മാർ, കർമ്മയോഗികൾ, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്ത്
കർമ്മഫലത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ കർമ്മത്തെ ചെയ്ത് ശുദ്ധചിത്തന്മാരായി അന്ധക്കരണ വിശുദ്ധന്മാരായി കർമ്മത്തിൻ്റെ ബന്ധമുണ്ടാക്കുന്ന വാസനകൾ മനസ്സിലേശാത്തവരായി സങ്കല്പത്തെയും കാമത്തെയും തദ്വാര ഉളവാകുന്ന കർമ്മത്തെയും ഉപേക്ഷിച്ച് ശുദ്ധചിത്തന്മാരായി ക്രമത്തിൽ ജ്ഞാനനിഷ്ഠയെ പ്രാപിച്ച് ലേശം പോലും ദുഃഖമില്ലാത്ത പരമപദത്തെ ആത്മപദത്തെ പ്രാപിക്കുന്നു. ഇതാണ് കർമ്മയോഗത്തിൻ്റെ പ്രയോജനം. കർമ്മയോഗം ലക്ഷീകരിക്കുന്നത് ഇത് വിചാരശീലനായ കർമ്മയോഗിയുടെ ഫലേച്ഛയില്ലാത്ത കർമ്മത്തിൻ്റെ ഫലമാണ്. കർമ്മം വിചാരശീലനായവൻ ചെയ്യുമ്പോൾ, കർമ്മയോഗികൾ ചെയ്യുമ്പോൾ ജ്ഞാനനിഷ്ഠയെ പ്രാപിക്കുവാനുള്ള അന്ധക്കരണ വിശുദ്ധി അതിൽ നിന്ന് നേടും. ബുദ്ധിയുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി എന്നിങ്ങനെ യോഗബുദ്ധിയെ ഭഗവാൻ ആദ്യം പ്രശംസിച്ചു. ബുദ്ധിയുക്തനായവൻ അവൻ്റെ മെച്ചമാണ് പറഞ്ഞത്. യോഗബുദ്ധിയെ ഭഗവാൻ പ്രശംസിക്കുകയാണ് വിളിച്ചത്. യോഗബുദ്ധിയോടുകൂടിയ പുരുഷന്, യോഗിക്ക്, മനീഷയ്ക്ക് യോഗബുദ്ധിയോടുകൂടിയ മാനവന് കർമ്മബന്ധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ? യോഗബുദ്ധി വന്നാൽ യോഗാർത്ഥം പ്രയത്നിക്കും. യോഗം കൊണ്ട് വീണ്ടും വിവിധിഷ വഴി ദ്വിതീയ ബുദ്ധി പരമാർത്ഥജ്ഞാനത്തെ ഉളവാക്കും. ബുദ്ധിയുക്തനായവൻ ബുദ്ധിയെ പ്രാപിച്ചവൻ ബുദ്ധിയുക്തൻ. ഹേ പാർത്ഥ, എങ്ങനെ യോഗബുദ്ധിയെ കാണണം? ഭഗവാൻ യോഗബുദ്ധിയെ പ്രശംസിച്ചുകൊണ്ടാണ് പറയുന്നത്. യോഗബുദ്ധി കൈവന്നവന് കർമ്മബന്ധം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ? യോഗബുദ്ധി വന്നാൽ യോഗാർത്ഥം, സമാധ്യർത്ഥം പ്രയത്നിക്കും. യോഗം കൊണ്ട് വീണ്ടും വീണ്ടും വിവിധിഷ കൈവന്ന് അതുവഴി ദ്വിതീയ ബുദ്ധി പരമാർത്ഥജ്ഞാനത്തെ ഉളവാക്കും. അങ്ങനെയാണ് കർമ്മബന്ധ നിവൃത്തി ഉണ്ടാകുന്നത്. ഈ കാര്യം ഈ ശ്ലോകത്തിൽ സ്പഷ്ടമാക്കുകയാണ്. നേരത്തെ കർമ്മബന്ധം പ്രഹാസ്യസി എന്നാണ് പറഞ്ഞത്. അത്
ജന്മബന്ധ വിനിർമുക്താഹ എന്നും പറഞ്ഞു. കർമ്മബന്ധവും ജന്മബന്ധവും രണ്ടാണോ ഒന്നാണോ? ഒന്നായാലും രണ്ടായാലും വ്യത്യാസമില്ല, ഫലം ഒരുപോലെയാണ്. ജന്മബന്ധം കൊണ്ടാണ് കർമ്മബന്ധം ഉണ്ടാകുന്നത്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജന്മകർമ്മ ഫലപ്രദാം. ജനിച്ച് വാസനാജാലങ്ങൾ പ്രസുപ്താവസ്ഥയിൽ നിന്ന് ഉണർന്ന് ഉദാരാവസ്ഥ കടന്ന് തന്വവസ്ഥയെ പ്രാപിച്ച് പരിച്ഛിന്നാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. നിരന്തരമായ ഈ കർമ്മ പരിപാടി, കർമ്മനൈരന്തര്യം, വാസനയെ അറ്റുപോകാൻ പര്യാപ്തമായ ബന്ധമില്ലായ്മയിലേക്ക് പതുക്കെ പതുക്കെ നയിക്കും. അപ്പോൾ ജന്മബന്ധം കൊണ്ട് കർമ്മബന്ധവും, അതിനെയാണ് നേരത്തെ പറഞ്ഞത് ജന്മകർമ്മ ഫലപ്രദാം. കർമ്മം കൊണ്ടുണ്ടാകുന്ന ജന്മബന്ധം കർമ്മബന്ധമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയും പറയാം. ബുദ്ധിയുക്തനായ മനീഷ കർമ്മഫലത്തെ സമാപ്തമാക്കുന്നു. കർമ്മഫലത്തെയാണ് ഇവിടെ ഇല്ലാതാക്കുന്നത്, കർമ്മത്തെയല്ല. അതൊരു മതമാണ്, ഒരഭിപ്രായമാണ്. ജന്മബന്ധം കൊണ്ട് ജന്മം ഉണ്ടായി, അതിൽ നിന്ന് കർമ്മബന്ധം ഉണ്ടാവും. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്, ജന്മകർമ്മ ഫലപ്രദം. അപ്പം കർമ്മം കാരണമായുണ്ടാകുന്ന ജന്മബന്ധം കർമ്മബന്ധം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയും പറയാം. ബുദ്ധിയുക്തനായ മനീഷ കർമ്മഫലത്തെ സമാപ്തമാക്കുന്നു, ഇല്ലാതാക്കുന്നു. കർമ്മഫലം ഈ സംസാരമാണ്. ഈ സംസാരം, ഈ ജഗത്ത് കർമ്മഫലമാണ്. കർമ്മഫലത്തെ ആരാണ് സമാപ്തമാക്കുന്നത് എന്നതാണ് പ്രശ്നം. ആര് കർമ്മഫലത്തെ സമാപ്തമാക്കും? ആരാണ് കർമ്മം കൊണ്ട് തന്നെ കർമ്മത്തെ നഷ്ടമാക്കുന്നത്? അനേക മതങ്ങൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം അതിലൊരു മതം കർമ്മം കൊണ്ട് തന്നെ കർമ്മത്തെ നഷ്ടമാക്കുക. ചിലർ പറയുന്നത് പുണ്യം കൊണ്ട് പാപം ഇല്ലാതാക്കുന്നു എന്നാണ്. പുണ്യം കൊണ്ട് പാപത്തെ ഇല്ലാതാക്കും. ചിലപ്പോൾ പുണ്യം കൊണ്ട് പാപവും അപാപമാവുന്നു എന്നുമാണ്. ഒരിക്കലൊരു കശാപ്പുകാരൻ പശുവിനെ കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. കൊല്ലാൻ വേണ്ടി പശുവിനെ വാങ്ങി നടത്തിക്കൊണ്ടുപോവുക. തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നിയ പശു കയറ് പൊട്ടിച്ചോടി. ഓടി ഓടി അതൊരു നദീതീരത്തെത്തി. കശാപ്പുകാരനെ കാണാതായപ്പോൾ
അത് പതുക്കെ നടന്ന് ഒരു കുറ്റിക്കാട്ടിൽ കയറി. അതുവരെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. എല്ലാം മറന്നുള്ള ഓട്ടത്തിൽ ഒപ്പമെത്താൻ കശാപ്പുകാരന് പറ്റിയില്ല. അയാൾ വളരെ പിന്നിലായി. തൻ്റെ ദൃഷ്ടിക്ക് വളരെ അകലെ കശാപ്പുകാരനെ കാണുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ മേൽപ്പറഞ്ഞ പശു, നദീതീരത്തെത്തിയ പശു അവിടെ നിന്നൊരു കുറ്റിക്കാട്ടിൽ കയറി. ഒരു ബ്രാഹ്മണനാകട്ടെ നദിയുടെ തീരത്ത് പൂജയും തർപ്പണവുമായിരിക്കുകയായിരുന്നു. അയാളുടെ അടുക്ക കൂടെയാണ് ഈ പശു ഓടിയത്. പശുവിനെ അന്വേഷിച്ചു വന്ന കശാപ്പുകാരൻ ബ്രാഹ്മണൻ്റെ സവിധത്തിലെത്തി. ബ്രാഹ്മണനോട് ചോദിച്ചു, തൻ്റെ പശുവിനെ കണ്ടോ എന്നാണ്. ബ്രാഹ്മണന് മനസ്സിലായി ഇവൻ തേടുന്നത് താൻ ഓടിപ്പോകുന്നത് കണ്ട അതേ പശുവിനെയാണ്. പശു ആകട്ടെ ആ കുറ്റിക്കാട്ടിലുണ്ട്. അപ്പോൾ ബ്രാഹ്മണൻ എന്തു പറയും? കുറ്റിക്കാട്ടിലുണ്ടെന്നു പറഞ്ഞാൽ അതിനെ പിടിച്ചു വെട്ടിക്കൊന്ന് മാംസം തുണ്ടമായി വിൽക്കും, അല്ലെങ്കിൽ തിന്നും. അതുപോലെ തന്നെയാണ് കണ്ടില്ലെന്ന് പറഞ്ഞാലോ, കുറ്റിക്കാട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കൊന്നു തിന്നും. താൻ കാരണമായി, തൻ്റെ വാക്ക് കാരണമായി ഒരു പശുഹിംസയുണ്ടാവും. അത് തന്നെ പാപത്തിലേക്കെത്തിക്കും. കണ്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞതാവും. രണ്ടായാലും പാപം നിശ്ചയമാണ്. എന്തു ചെയ്യും? കണ്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞതിൻ്റെ പാപം, ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഹിംസയുടെ പാപം. എന്തു ചെയ്യണമെന്ന് ബ്രാഹ്മണൻ വിഷമിച്ചു. ഇത്തരം സന്ദർഭങ്ങൾ മനുഷ്യജീവിതത്തിൽ നിരന്തരമാണ്. അപ്പോൾ കർമ്മഫലം എന്തായാലും ഉണ്ടാകും എന്നുള്ളത് നാം നിരന്തരം കണ്ടുകൊണ്ടാണിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യുക? ഇവിടെ അനേകം ആളുകൾ പറയുന്നത് ഗോരക്ഷണാർത്ഥം കള്ളം പറയുന്നത് പാപമല്ലെന്നാണ്. കള്ളം സ്വയം കള്ളമല്ല, പറയുന്നത് എങ്ങനെയെന്നതാണ് കള്ളം. സത്യം വ്രതമായി സ്വീകരിച്ചവർക്ക് പോലും ഇമ്മാതിരി കള്ളം പറയുന്നത് കൊണ്ട് വ്രതം മുടങ്ങില്ലേ? ഇല്ല എന്ന് ചിലർ. സത്യപ്രതിഷ്ഠായാം ക്രിയാഫലാശ്രയത്വം. അവിടെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടി വരുന്നു. സത്യപ്രതിഷ്ഠായാം ക്രിയാഫല ആശ്രയത്വം എന്നത് സൂത്രമാണ്. പറഞ്ഞിട്ടുള്ള ഫലം സത്യം തരുന്നു.
അമ്മാതിരി അസത്യം അധികം ചീത്തയല്ലെന്ന് ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുമുണ്ട്. ദാർശനികമായി അർജുനനെ മുൻനിർത്തി യോഗ കർമ്മയോഗ രൂപേണയുള്ള നിഷ്കാമകർമ്മം എന്തിനെ ലക്ഷീകരിക്കുന്നു എന്ന് ലോകത്തിന് ഉപദേശിച്ചു കൊടുത്ത ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വചനങ്ങളെ ഭംഗ്യന്തരേണ സംഗ്രഹിച്ചുപന്യസിച്ചിട്ടുള്ള ഭഗവാൻ ബാദരായണൻ്റെയും ആ വചനങ്ങൾക്കാചാര്യമായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.